കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗക്കാർ കാണേണ്ട ഒരു കാഴ്ചയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ നിങ്ങളെ കാണിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം എന്ത് ചെയ്താലും പ്രീണനം എന്ന വാക്കെടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ചെയ്യുന്ന കാര്യത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വളച്ചൊടിക്കുക എന്നുള്ളതാണ് ചില മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരുടെയൊക്കെ നിലപാട്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ഇടതുപക്ഷം തെരുവിലുണ്ട്. നിങ്ങൾ കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ, എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗുകാരെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനമോ യോഗമോ നടത്തുന്നുണ്ടോ? നേരത്തെ പലസ്തീനിലുണ്ടായ ആക്രമണ സന്ദർഭത്തിലും കേരളത്തിലുടനീളം ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ അനുകൂല റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ആ റാലികൾ സംഘടിപ്പിച്ചപ്പോൾ ന്യൂനപക്ഷ പ്രീണനമെന്നായിരുന്നു ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ്. ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് CPM ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമെന്നാണ്. പക്ഷേ പശ്ചിമേഷ്യൻ സംഭവം വന്നു. ഇവർ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിലകൊള്ളുന്ന മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ കേരളത്തിലെ CPM എന്നൊരു കൊച്ചു പാർട്ടി ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പൊ തന്നെ അത് കണ്ടിട്ട് ട്രംപ് വിറച്ചു എന്നൊക്കെ ആക്ഷേപിക്കുമ്പോഴും ഈ ലോകത്താകമാനമുള്ള മനുഷ്യരുടെ മേലുള്ള അധിനിവേശത്തിനെതിരെ എവിടെയാണെങ്കിലും കനലൊരു തരിയുണ്ടെങ്കിൽ അത് അതിനാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ആ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതാണ് കഴിഞ്ഞ ദിവസം കണ്ട ഈ കാഴ്ചയും സ്വരാജിന്റെ ഈ പ്രസംഗവും. ഇങ്ങനെ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഈ നാട്ടിലെ ലീഗുകാരോ മറ്റ് ഇതര പ്രതിപക്ഷ പാർട്ടിയിലുള്ളവർ നാടിന്റെ ഏതെങ്കിലും ഒരു തെരുവിൽ നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിന് വാർത്താ പ്രാധാന്യം വരികയാണെങ്കിൽ ഉടനടി എടുത്ത് പ്രയോഗിക്കും ന്യൂനപക്ഷ പ്രീണനം. പക്ഷെ അങ്ങനെയാണോ? അല്ല. ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യമാവുക, സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ഉള്ള ഇടങ്ങളിൽ ഉള്ള ആൾക്കാരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന കടന്നുകയറ്റത്തിന് കൊച്ചിയിൽ പ്രകടനം നടത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾക്ക് ചരിത്രത്തിൽ ഒരുപാട് ആവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടനെതിരെ കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ സമരം ചെയ്താൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് ചോദിച്ചവരുടെ പിന്മുറക്കാരാണ്. പക്ഷെ നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അത് രാജ്യത്തെമ്പാടും നടന്ന ചെറുതും വലുതുമായ സമരങ്ങളുടെ ഭാഗമായാണ് എന്ന് നമുക്കിന്നറിയാം. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പുരോഗമനോന്മുഖമായ രാഷ്ട്രീയ സാക്ഷരത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇതിനു മുൻപും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത അനീതി നടന്ന ഘട്ടങ്ങളിൽ അതിനെതിരെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നെൽസൺ മണ്ടേലയെ ജയിൽ വിമോചിതനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഒരു കാലത്ത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും നടന്നിട്ടുള്ളതാണ്. വിയറ്റ്നാമിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരായ സമരം ലോകത്തിലെ കലാലയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അതിന്റെ മുന്നിൽ കേരളത്തിലെ കലാലയങ്ങൾ നിന്നു എന്നത് ചരിത്ര സംഭവമാണ്. ലോകത്തിലെവിടെയും മനുഷ്യ സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അനീതികളോട് സന്ധി ചെയ്യാനാവില്ല എന്നതാണ് വസ്തുത. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിന്റെ മുന്നിൽ നിന്നത് അമേരിക്കൻ ക്യാമ്പസുകളാണ് എന്ന ചരിത്രത്തിലെ പ്രത്യേകതയുണ്ട്. സ്വന്തം രാജ്യം അനീതി കാണിച്ചാൽ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്ന നിലപാടാണ് അമേരിക്കയിലെ ജനങ്ങൾ, അമേരിക്കയിലെ വിദ്യാർത്ഥികൾ അന്ന് സ്വീകരിച്ചത്. ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഓഹിയോവിലെ കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ വിരുദ്ധ പ്രകടനം നയിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ അമേരിക്കൻ സൈന്യത്തിന് വെടിവെക്കേണ്ടതായി വന്നത്. ആ വെടിവയ്പിൽ 3 വിദ്യാർത്ഥി നേതാക്കൾ അന്ന് രക്തസാക്ഷിത്വം വരിച്ചു. ഒരുപക്ഷെ ലോകമെമ്പാടും ആർത്തിരമ്പിയ അമേരിക്കൻ വിരുദ്ധ പ്രതിഷേധ കൊടുങ്കാറ്റിന് കരുത്തു പകർന്ന രക്തസാക്ഷിത്വമായിരുന്നു അന്നത്തെ രക്തസാക്ഷിത്വം. സ്വന്തം രാഷ്ട്രത്തിന്റെ നെറികേടിനെതിരെ മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിച്ചവർ, ഇങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ ചരിത്രം. ആ മഹത്തായ ചരിത്രം മനുഷ്യരാശിയെ വഴികാട്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോ ഇറാനു നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന നീതീകരിക്കാനാവാത്ത മനുഷ്യക്കുരുതിക്കെതിരെ, അധിനിവേശത്തിനെതിരെ, ഏകപക്ഷീയമായ സൈനിക ആക്രമണത്തിനെതിരെ
ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ കൊച്ചിയിലെ പ്രതിഷേധം. ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ, ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന യുവജനങ്ങൾ, മഹിളകൾ, തൊഴിലാളികൾ എല്ലാവരും അമേരിക്കയിലും ലോകമെമ്പാടും ഇന്ന് നടക്കുന്ന ഉയർന്നു വരുന്ന സമാധാന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ യുദ്ധത്തിനെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ, സമാധാനത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യത്തെ ദുർബലപ്പെടുത്തും വിധമുള്ള തീർത്തും അരാഷ്ട്രീയമായ പ്രചരണങ്ങളുണ്ട്. അതിന് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിനെല്ലാറ്റിനും ഒന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇറാന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാണക്കാട്ടെ ഒരു തങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ ആ പ്രസ്താവനയുടെ താഴെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അമേരിക്കൻ വിരുദ്ധ നിലപാട് അതേ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ തെറിയഭിഷേകം നടത്തുകയും ചെയ്യുന്ന ലീഗിന്റെ പ്രവർത്തകർക്ക് മറുപടിയില്ല. അതേ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസുകാർക്കും മറുപടിയില്ല. അമേരിക്ക ഇന്ത്യയുടെ സഹോദര രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് വിധേയമായി ജീവിക്കണമെന്നും വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാർക്കും മറുപടിയില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ മറുപടി മനുഷ്യരോട് മാത്രമാണ്, മനുഷ്യത്വമുള്ളവരോട് മാത്രമാണ്. മനുഷ്യരൂപമുള്ള, മനുഷ്യനെന്ന പദവുമായി ബന്ധമില്ലാത്തവരോട് ഒരു മറുപടിയുമില്ല. പക്ഷേ നിഷ്കളങ്കരായ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നു. അവരിപ്പോ ചോദിക്കുന്നുണ്ട്, ഇറാനിൽ ഖമേനിയുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നിലപാടെടുത്തവരല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയവരല്ലേ? അവരെ ജയിലടച്ചവരല്ലേ? അപ്പോ ആ ഇറാനെ ആക്രമിക്കുമ്പോ, ആ ഖമേനിയെ കൊലപ്പെടുത്തുമ്പോ ആഹ്ലാദിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നവരിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇത്തരത്തിലുള്ള വങ്കത്തരം പറയുന്നതിൽ, അറുവഷളത്തരം പറയുന്നതിൽ ഇവര് മൂന്നുപേരും കൈകോർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് എന്നത് വർത്തമാനകാലത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇനിയെങ്കിലും ന്യൂനപക്ഷക്കാർ ഈ വ്രതശുദ്ധിയുടെ കാലഘട്ടത്തിൽ സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുക. മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്കെതിരെ, മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ എന്തെല്ലാം ചാപ്പകളാണ് ശീതീകരിച്ച മുറിയിലിരുന്നും അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരു ഒറ്റ പോസ്റ്റ് ഇട്ട് ഞാൻ ഇട്ടു എന്ന് വരുത്തിക്കുന്നതിനപ്പുറം പുറത്തിറങ്ങി ഒരു വാചകം പറയാതെ, ഐക്യദാർഢ്യപ്പെടാതെ ഇവർ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ സംരക്ഷകരാണ്, വക്താക്കളാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യരാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതിന് ഇത്തരം കാഴ്ചകൾ കാട്ടുന്നത് എവിടെയാണെങ്കിലും ഈ തരികൾ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്താൻ. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി അതിക്രമിച്ച് അവരെ ഇല്ലായ്മ ചെയ്ത് കീഴ്പ്പെടുത്തുന്ന രീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് ലോകത്തിന്റെ കൂടി ആവശ്യമാണ്. അത് ചെയ്യാൻ ശേഷിയും ധൈര്യവും പ്രാപ്തിയുമുള്ളത് ആർക്കാണ്? ചിന്തിക്കുക. അതുകൊണ്ടാണ് ആ തരിയെ കൂടി ഇല്ലാതാക്കാൻ ഇവിടെയുള്ള കഠിന ശ്രമം നടക്കുന്നത്. പിന്നീട് ആ ഒറ്റപ്പെട്ട ശബ്ദം ഉണ്ടാകില്ലല്ലോ. അതുകൂടി അങ്ങ് കെട്ടുകഴിഞ്ഞാൽ പിന്നീട് സേഫ് ആണെന്ന് കരുതുന്നിടത്ത് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നവരുടെ ദുരുദ്ദേശം കൂടി മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.